അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് പരസ്പരമുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും. നമുക്കധികവും കാണുന്നത് ഭർത്താവിന് ഭാര്യ റെസ്പെക്റ്റ് ചെയ്യണം, ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും താഴെയാണ്, അവളെ റെസ്പെക്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. അല്ലാതെ പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മളോട് പറയുന്നത് അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു പവർ ഉണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ അഭാവത്തിൽ വീടും വീടിന്റെ ചുറ്റുപാടും മക്കളെയും ഒക്കെ വളർത്തുകയും നോക്കി നടത്തുകയും ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ നോക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അവരുടെ ശാഠ്യം പിടിക്കലും മറ്റു കാര്യങ്ങളും അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾക്ക് ചോദിച്ച് വാശി പിടിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റാതിരിക്കുക, ഭർത്താവ് എവിടെയാണ്. അപ്പൊ അതിന്റെ പ്രഷർ ആ കുട്ടികൾ വല്ലാതെ ഉപദ്രവിക്കുക, ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഭാര്യയാണ്. അങ്ങനെ വല്ലാതെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഭാര്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് വലിയ പവർഫുള്ളായ കാര്യമാണ്. അതിന്റെ ചില ഭാഗങ്ങളാണ്. അതിൽ പെട്ടെന്നാണ് ഇപ്പം എന്താ പറയുക, ഭാര്യയെ മുഖസ്തുതി പറയാന്നുള്ളത്. ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, ഭർത്താവ് എന്നെ കുറിച്ച് എപ്പോഴും നന്മ പറയണം, എന്റെ മുഖത്ത് നോക്കി എന്നെ ഒരു നല്ല കാണുന്ന ഭംഗിയുണ്ട് എന്ന് പറയാം. ഭാര്യ ഇടക്കിടയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഏട്ടാ എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഞാൻ സുന്ദരിയല്ലേ, എന്നെ കാണാൻ സ്റ്റൈലില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെന്തിനാ ചോദിക്കണമെന്ന് അറിയാവോ? ആ ഭർത്താവിന്റെ നാവിൽ നിന്നൊന്ന് കേൾക്കണം, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നാ ഒരു വാക്കുണ്ടല്ലോ, അത് ഭയങ്കര പവറാണ്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും വേണ്ട. അതിനേക്കാൾ വലിയ സന്തോഷം അവൾക്ക് വേറെ കിട്ടാനുമില്ല. അതല്ലാതെ അത് ചോദിക്കുമ്പോൾ നിനക്ക് എപ്പോഴും ഇത് ചോദിക്കാനേ പണിയുള്ളൂ, നീ എപ്പോഴും കണ്ണാടി നോക്കൽ തന്നെയാണോ, നിന്നെ ഞാൻ ഇത് കണ്ടിട്ട് തന്നെയല്ലേ പണ്ടേ കെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആകെ മൂഡ് ഓഫ് ആകും. അതിനപ്പുറം ഒരു വാക്ക്, ആ ഒരു വാക്ക് പറയാൻ മടിയാവശ്യമൊന്നുമില്ലല്ലോ, വലിയ വാരിച്ചതൊന്നുമല്ലല്ലോ, നല്ല ഭംഗിയുണ്ടടി എന്നൊരു വാക്കെന്ന് പറഞ്ഞു നോക്കിയേ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവൾ കൊതിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട്, ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നാട് എടുത്ത് വെച്ചേ ആയിക്കോട്ടെ എന്ന് അതല്ല. ഇനി ഭയങ്കര കുറെ അലക്കണുണ്ട്, എന്താണ് കല്ലുമെന്നാണ് അലക്കുക, എന്നാൽ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിത്തരാം, ഇതൊന്നും കേൾക്കാനല്ല. അതിൻ്റെ അപ്പുറം അലക്കി കഴിഞ്ഞാൽ മാഷാ അല്ലാ നീ അലക്കല്ലേ, ഭയങ്കര സന്തോഷമായി കേട്ടോ, ആ കയ്യിൽ നിന്ന് കാണിച്ചേ, എന്ത് രസാ അങ്ങനൊന്ന് പറഞ്ഞു നോക്കിയേ. അതല്ലെങ്കിൽ നീ അലക്കിയോ, മാഷാ അല്ലാ അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, ഒരു ദുആയൊക്കെ കൊടുക്കുമ്പോൾ അവൾക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇത് റെസ്പെക്റ്റ് ഇങ്ങനെയൊക്കെയാണ് റെസ്പെക്റ്റ്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളത്. ഭർത്താവിനെ തിരിച്ച് ഭാര്യയും ചെയ്യണം. ഭർത്താവ് ജോലിയൊക്കെ എടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഏതെങ്കിലും ജോലിക്ക് പോയ സമയത്ത് അവിടുന്ന് വിളിച്ചിട്ട് പറയും ഞാൻ ഇങ്ങനെയുള്ളത്, അതേ അതൊക്കെ ശരിയാവട്ടോ, ഒരു നല്ല വാക്ക്. ഇത് വല്ലാത്ത പവറാണ് കുടുംബജീവിതത്തിലെ ഐക്യത്തിനും വളർച്ചയ്ക്കുമുള്ളത്. നാഥൻ തൗഫീഖ് നൽകട്ടെ.